പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ദ്വീപ് രാഷ്ട്രങ്ങളായ മൗറീഷ്യസ്, സെഷൽസ്, മഡഗാസ്കർ എന്നിവയ്ക്കൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഫ്രഞ്ച് പ്രദേശങ്ങൾ എന്നിവയുമായുള്ള ബന്ധവും ഇന്ത്യ ശക്തിപ്പെടുത്തി. ആഫ്രിക്കൻ ഇന്ത്യൻ മഹാസമുദ്ര രാഷ്ട്രങ്ങളായ കൊമോറോസ്, മഡഗാസ്കർ, മൗറീഷ്യസ്, ഫ്രാൻസിന്റെ ഒരു വിദേശ പ്രദേശമായ റിയൂണിയൻ, സെഷൽസ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ സംഘടനയാണ് ഇന്ത്യൻ മഹാസമുദ്ര കമ്മീഷൻ. 2020 മാർച്ചിൽ ഫ്രാൻസിന്റെ പിന്തുണയോടെ ഇന്ത്യൻ മഹാസമുദ്ര കമ്മീഷന്റെ നിരീക്ഷകാംഗമായി ഇന്ത്യ മാറിയിരുന്നു. ഈ കമ്മീഷനിലെ അംഗങ്ങളുമായി കൂടുതൽ ശക്തമായ ബന്ധം വളർത്തിയെടുക്കാൻ ഇത് ഇന്ത്യയെ സഹായിച്ചു പോരുന്നു. ഇനി നമുക്ക് ഇന്ത്യയുടെ ഡബിൾ ഫിഷൂക്ക് തന്ത്രത്തിലെ കിഴക്കൻ ഫിഷൂക്ക് തന്ത്രത്തെ പറ്റി ഒന്ന് വിശദമായി നോക്കാം. ഇന്ത്യയുടെ ഈ കിഴക്കൻ ഫിഷൂക്ക് തന്ത്രം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള 3 പ്രദേശങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഒന്നാമതായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. കിഴക്കൻ ഫിഷൂക്കിന്റെ മുനകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഫിഷൂക്ക് തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഈ ദ്വീപസമൂഹമാണ്. ചൈനീസ് നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന സ്ഥലമായ മലാക്ക കടലിടുക്കിനോടുള്ള ഈ ദ്വീപിന്റെ സാമീപ്യം ഇന്ത്യക്ക് തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്.